ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യണത്. ഉച്ചവരെയുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഈ മക്കളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ രാവിലെ തന്നെ അവനെ എണീറ്റിട്ട് ഇന്നിപ്പോൾ സ്കൂളിൽ പോകേണ്ടതാണ് കേട്ടോ, TC വാങ്ങിക്കാനായിട്ട്. അപ്പോൾ വീട്ടിലിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് തന്നെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല. അച്ഛനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പഞ്ചായത്തിൽ പോയിട്ട് 10 മണിക്ക് അപ്പോൾ സുടുമോൻ ഒരു 8:30 കൂടി എണീറ്റ് കഴിഞ്ഞ് അപ്പോൾ സുടുമോനെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എണീറ്റ് കഴിഞ്ഞിട്ട് വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണ് നമുക്ക് ബ്രഷ് കഴിക്കാനായിട്ട് പിന്നെയും എളുപ്പം തോന്നണത് കേട്ടോ. കയ്യിലൊന്നും സുടുക്കുട്ട അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ ബ്രഷ് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ സുടുക്കുട്ടനെ. അങ്ങനെ ഞാനൊരു കണക്കിന് ഒരു 2 പല്ലുമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ട് ഉരച്ചു. പിന്നെ അത് കഴിഞ്ഞ് തുണി കൊണ്ടാണ് തുണി മുക്കിയിട്ടാണ് ഒന്ന് ജസ്റ്റ് പല്ല് ക്ലീൻ ചെയ്തത് കേട്ടോ. നമുക്ക് ഒട്ടും ഇങ്ങനെ ഭയങ്കര ബലം പിടിക്കുക വരും. അപ്പോൾ നമുക്കിങ്ങനെ ഒതുക്കി പിടിച്ച് അങ്ങനെ തേക്കാനൊന്നും പറ്റില്ല. പിന്നെ പല്ലും അധികമിട്ട് കൂടുതൽ ചെയ്യാനും പറ്റില്ല. അവർക്ക് ഏത് സമയത്ത് പല്ലുവേദന ഇതൊക്കെ വരണേന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ബ്രഷൊക്കെ ചെയ്യിച്ച് കഴിഞ്ഞ് പിന്നെ തുടക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നല്ല ചെറുതായി തണവുണ്ട്. അപ്പോൾ സുടുക്കുട്ടൻ അങ്ങനെ ഇപ്പം അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകാറ്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയൊക്കെ ഇട്ടിട്ടാണ് തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. വീഡിയോ ഞാൻ എടുത്തിട്ടില്ല തുടക്കണേൻ്റെ ഒന്നും. അപ്പോൾ അങ്ങനെ തുടക്കൽ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ സുടുമോനെയും കൊണ്ട് പിന്നെ സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്കൂളിൽ കാറിൽ ഇങ്ങനെ ഇരുന്നോളുമല്ലോ. അപ്പോൾ അവനെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരാൾ പോയി മേടിച്ചാൽ മതി ആരെങ്കിലും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവനൊരു കറക്കം കൂടി ആയില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവനെയും കൂടി കൊണ്ടുപോകുന്നത്. പിന്നെ അതിനെല്ലാം അവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ അച്ഛൻ ഞാനുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ 10-10:30 ആയപ്പോഴത്തേനും പഞ്ചായത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പഞ്ചായത്തിലൊക്കെ പോയിക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്താക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര കുറുമ്പനാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പം വാശി പിടിച്ചോണം പിടിക്കും കേട്ടോ. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ എന്നുണ്ടെങ്കിൽ വീൽ ചെയർമേ ഇരുത്തി കഴിഞ്ഞാൽ അമ്മ ഉന്തി കഴിഞ്ഞാൽ തീരെ ഇരിക്കില്ല. അപ്പോൾ ഭയങ്കര വാശിയും ബഹളമായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അമ്മ താഴെ തന്നെ ഇരുത്തി, അമ്മയ്ക്ക് പായയിൽ തന്നെ ഇരുത്തി നോക്കാനൊക്കെ തന്നെ പറ്റുള്ളൂ കേട്ടോ. സുടുമോൻ ഒരു നേരം അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല. അപ്പോൾ അത് കാരണം മുട്ടും എണീറ്റ് നിൽക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. പിന്നെ കവറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചോളും. പക്ഷേ അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങളെന്തെങ്കിലും പോകുമ്പോൾ കൊണ്ടുവെക്കുമോ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാമല്ലോ. അത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അധികം ചുറ്റേണ്ടി ഒന്നും വന്നില്ല. കുറച്ച് നേരം ഒന്ന് ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വേഗം കിട്ടിപ്പോന്നു കേട്ടോ. അപ്പോൾ TC വാങ്ങിക്കാനായിട്ട് പോയതാണ്. ഇനിയിപ്പോൾ സുടുമോനെ 3 മുറി സ്കൂളിലേക്കാണ് കേട്ടോ ആക്കിയേക്കണത്. 8ാം ക്ലാസ്സിലാണ് കേട്ടോ ഇനി തൊട്ട് നമ്മുടെ സുടുക്കുട്ടൻ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ വീഡിയോ കാണുന്നവർ. അപ്പോൾ അങ്ങനെ വീട്ടിൽ പിന്നെ വന്നു കഴിഞ്ഞ് അച്ഛനവിടെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അത് കുറച്ച് നന്നാക്കിയെടുത്ത് പിന്നെ നമ്മളത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പില, മുളക് പൊടി, അരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ 1 ടീസ്പൂൺ. അപ്പോൾ നമുക്ക് നല്ല ഫ്രൈ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അരിപ്പൊടി ചേർത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ആവശ്യത്തിന് ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വറക്കണേൻ്റെ മുകളിൽ 2-3 തണ്ട് വേപ്പിലയും കൂടി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ചെമ്മീന് നല്ല വേവുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല വയറുവേദനയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ചെമ്മീൻ നന്നാക്കി എടുക്കുമ്പോഴും ചെമ്മീൻ്റെ അടിയിലും മുകളിലുള്ള ഒരു ബ്ലാക്കും വൈറ്റും അത് രണ്ടും കളയണം കേട്ടോ. അത് കളഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വയറുവേദന വരും. ഇതേപോലെ വെക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോ എടുക്കണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഫുള്ളായിട്ടൊന്നും എടുത്ത് ഡേ ഇൻ മൈ ലൈഫൊന്നും കാണിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇപ്പോൾ മഴയും ഇതൊക്കെയാണല്ലോ, നമുക്ക് അല്ലാതെ തന്നെ 100 കൂട്ടം പണികളുണ്ട്. നമുക്ക് തുണികളൊക്കെ എവിടെയാണ് കൊണ്ട് ഒതുക്കണ്ടേന്ന് അറിയില്ല കേട്ടോ സത്യത്തിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുടുക്കൂട്ടിന് ഇത് കൊടുക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ചെമ്മീൻ കൊടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ സത്യത്തിൽ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പറയാനറിയില്ല. അപ്പോൾ നമ്മുടെ വലിയവരുടെ പോലെ അല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ എല്ലാവരും. താങ്ക് യു.